നല്ല സോഫ്റ്റായ പുട്ടും കടലക്കറിയും ആർക്കായാലും ഇഷ്ടപ്പെടില്ലേ? അപ്പോൾ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ പുട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു മിക്സിൻ്റെ ജാറിലിട്ട് അല്പം ചോറിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചോറിൻ്റെ കൂടെ 1/4 ഗ്ലാസ് വെള്ളവും 1/2 ടേബിൾ സ്പൂൺ ഉപ്പും ചേർക്കുന്നുണ്ട്. അത് നന്നായിട്ട് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കാം. ഇനി നമ്മൾ മില്ലിൽ പൊടിപ്പിച്ചെടുത്ത സാധാ നോർമൽ പച്ചരിപ്പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇതിൽ വറുത്തെടുത്ത പൊടിയൊന്നുമല്ല, സാധാ നോർമൽ പച്ചരിപ്പൊടിയാണ്. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയെടുത്ത ചാക്കരിയുടെ ചോറിൻ്റെ മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക, കട്ടയില്ലാണ്ട് തന്നെ ഇളക്കി കൊടുക്കുക. കുറച്ചുകൂടി വെള്ളം വേണ്ടവർക്ക് ചേർത്തെടുക്കാം. നമ്മൾ പൊടി എടുക്കുന്നതിനനുസരിച്ചാണ്. ചിലപ്പോൾ 1/4 ഗ്ലാസ് വെള്ളം കൂടി വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർത്തെടുക്കുന്നുണ്ട്. ഒട്ടും കട്ടയില്ലാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടായിരിക്കും തയ്യാറാക്കുക. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ 1/4 ഗ്ലാസ് കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. വെള്ളം അവനാണ് വേണ്ടവർക്ക് പൊടിക്കനുസരിച്ചാണ് വെള്ളം എടുക്കേണ്ടത്. അപ്പോൾ ഞാനിത് അല്പം തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട്. നമ്മൾ പുട്ടുകുറ്റിയിലേക്ക് തേങ്ങയും പുട്ടുപൊടിയും വാരിയിട്ട് കൊടുക്കുകയാണ്. നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ആവിക്ക് കുറഞ്ഞ ടൈമിൽ ആവിയൊക്കെ വെച്ച് കൊടുത്താൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് തയ്യാറായി കിട്ടും. ഒട്ടും കട്ടയില്ലാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് തയ്യാറാക്കുന്ന മെത്തേഡ് ഇതാണ്. അപ്പോൾ പുട്ട് നല്ല ആവി വന്നിട്ടുണ്ട്, നമുക്കെല്ലാം കുത്തിയെടുക്കാം. ഇനി ഇതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള കടലക്കറി ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ കടലക്കറി തലേന്ന് വെള്ളത്തിലിട്ട കടയിലോട്ട് ഉപ്പും ഒരു തക്കാളി ഇട്ടിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ട് ഒരു 4 വിസിൽ ഇത് വേവിച്ചെടുക്കുക. പിന്നെ അതിലോട്ട് കുറച്ച് അരപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് അരപ്പ് തയ്യാറാക്കാൻ തേങ്ങയും വലിയ ജീരകം വേണം, വെളുത്തുള്ളി വേണം, ചെറിയ ഉള്ളി വേണം, കറിവേപ്പില വേണം. ഒരു പാൻ ചൂടാക്കി നന്നായിട്ട് ഈ മിക്സ് വറുത്തെടുത്തിട്ട് മിക്സിയിൽ അരച്ച് നമ്മളുടെ കടയിലോട്ട് ഒഴിച്ച് കൊടുക്കുക. ശേഷം തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളുടെ സോഫ്റ്റായ പുട്ട് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുട്ടിലോട്ട് കടലക്കറി ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. ഓക്കെ, താങ്ക് യു. ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക് കേട്ടോ.